ബിംബത്തെ ആരാധിക്കുന്നവർ ബിംബത്തെ ആരാധിക്കാൻ പാടില്ല, വിഗ്രഹപൂജ പാടില്ല എന്നു പഠിപ്പിച്ച ശ്രീബുദ്ധൻ എന്ന് പറയുന്ന സിദ്ധാർത്ഥന്റെ അനുയായികൾ എന്ന് ലോകത്ത് മനസ്സിലാക്കപ്പെടുന്നൊരു വിഭാഗമാണ് ബുദ്ധന്മാർ. സിദ്ധാർത്ഥൻ എന്ന് ചരിത്രത്തിൽ പറയുന്ന ബോധ്ഗയയിൽ കപിലവസ്തുവിൽ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ശ്രീബുദ്ധൻ, ചരിത്രാന്വേഷകർ പറയുന്നത് കിപിൽ വസ്തു എന്ന് പറഞ്ഞാൽ കപിലവസ്തു എന്ന് പറഞ്ഞാൽ കിപിൽ വസ്തു, അതാണ് കിഫിലാണ്. ദുൽകിഫിൽ അലൈഹിസ്സലാം. ദുൽകിഫിൽ അലൈഹിസ്സലാം നബിമാരിൽപ്പെട്ടവരാണ്. അവര് തൗഹീദ് പ്രചരിപ്പിച്ച അള്ളാഹുവിന്റെ ദൂതരാണ്. ആ ദൂതനാകാം ശ്രീബുദ്ധൻ എന്ന് ചില അന്വേഷകന്മാർ ഈ കിഫിലിൽ നിന്ന് പറയുന്നുണ്ട്. കപിലവസ്തു എന്ന് പറയുന്ന നേപ്പാളിലുള്ള സ്ഥലമാണ് അത്. നബിയാണെങ്കിൽ തൗഹീദാണ് പ്രചരിപ്പിച്ചത്, തൗഹീദ് തന്നെയാണ് ശ്രീബുദ്ധൻ പ്രചരിപ്പിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ വേദങ്ങളും പുസ്തകങ്ങളും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കാൻ പഠിപ്പിച്ച, തൗഹീദ് പഠിപ്പിച്ച ഒരാളെ പിൽക്കാലത്ത് അത് വേറെ ഒരു മതമായി ചിലർ പ്രചരിപ്പിച്ചു. എന്തായിരുന്നാലും ഒരു കാര്യം, ശ്രീബുദ്ധന്റെ പേരിൽ ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ തത്വം അഹിംസയാണ്. ഉറുമ്പിനെ പോലും കൊല്ലരുത്. പ്രാണൻ തന്ന സൃഷ്ടാവാണ്, അതിനെ ഹനിക്കാൻ നിനക്ക് അധികാരമില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. റോഹിഞ്ചിയിലായിരുന്നാലും അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, തായ്ലൻഡിലും കംബോഡിയയിലും മനില്ല, അമാനില്ല, ഫിലിപ്പീൻസിലും എല്ലാ രാജ്യങ്ങളിലും മുസ്ലിംകളെ അതിക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം ബൂസിയാണ്, ബൂധന്മാർ. ഇപ്പോൾ ശ്രീലങ്കയിൽ ഈ സമീപ ദിവസങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം എന്ന് പറയുന്നത് കലാപമല്ല, മറിച്ച് വംശീയ ഉന്മൂലനമാണ്. ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തെ മഹാഭൂരിപക്ഷം ബുദ്ധമതക്കാരാണ്. 13% ഹിന്ദുക്കളും 10% മുസ്ലിംകളുമാണ് അവിടെയുള്ളത്. ലങ്ക എന്ന് പറയുന്ന, ശ്രീലങ്ക എന്ന് പറയുന്ന പേര് വന്നത് തന്നെ പിൽക്കാലത്താണ്. സെയ്ലാൻ എന്നാണ് ആ രാജ്യത്തിന് പറയുന്നത്. സിലോൺ എന്ന് പറഞ്ഞാൽ സെയ്ലാൻ എന്ന് പറഞ്ഞാൽ വെള്ളമൊഴുകുന്ന ധാരാളം നദികളുള്ളൊരു പ്രദേശമാണത്. നേരത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ത്യയോട് ഒട്ടിച്ചേർന്ന ഒരു ഭൂഭാഗമായിരുന്നു സെയ്ലാൻ. സറന്ദീപ് എന്ന് ചരിത്രത്തിൽ പറയുന്നത് സെയ്ലാനെ കുറിച്ചാണ്. ആദം അലൈഹിസ്സലാം ഇറങ്ങിയത്, ഭൂമിയിലേക്ക് വന്നത് സെയ്ലാനിലെ ഇന്നത്തെ ആദം മല എന്നറിയപ്പെടുന്ന മൗണ്ട് ആദമിലാണ്. ആദം നബിയുടെ കാൽപാദങ്ങൾ അവിടെയുണ്ടെന്നാണ് ചരിത്രാന്വേഷകന്മാർ പറയുന്നത്. സെയ്ലാൻ ഇന്ത്യയുമായി കൂടിച്ചേർന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് നേരത്തെ ഹിന്ദ് എന്ന പേരിൽ തന്നെയാണ് അതറിയപ്പെട്ടത്. ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബർമയും ബംഗ്ലാദേശും ഭൂട്ടാനും എല്ലാം ഉൾപ്പെട്ട ഒരു ഇന്ത്യയാണ് പഴയകാലത്തുണ്ടായിരുന്നത്. ആ ഇന്ത്യയിൽ നിന്നാണ് ഹജ്ജ ആദമു മിനൽ ഹിന്ദി 40 സന, ഇന്ത്യയിൽ നിന്ന് ആദം അലൈഹിസ്സലാം 40 പ്രാവശ്യം നടന്ന് ഹജ്ജിന് പോയി എന്ന് പറയുന്നത്. സെയ്ലാനിലാണ് ആദ്യത്തെ മനുഷ്യൻ വന്നിട്ടുള്ളത്. ആ സെയ്ലാനിൽ ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും സൂഫികളുടെയും മഹത്തുക്കളുടെയും അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ സഹവാസം കൊണ്ട് ഇസ്ലാം വളരെ പിൽക്കാലത്ത് പ്രചരിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. ഏതു രാജ്യത്തും ഇസ്ലാം കടന്നു ചെന്നിട്ടുള്ളത് കച്ചവടക്കാരും മറ്റുമായി വന്നിട്ടുള്ള നല്ല മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരോട് കൂടി ജീവിച്ചപ്പോൾ താൻ വെച്ചു പുലർത്തുന്ന വിശ്വാസത്തിന്റെ വൈകല്യങ്ങളും താൻ ജീവിതത്തിൽ പകർത്തിപ്പോരുന്ന സംസ്കാരത്തിന്റെ അപചയങ്ങളും മനസ്സിലാക്കിയ മനുഷ്യർ നന്മ കാണുമ്പോൾ ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു വരികയാണ്. ഇസ്ലാമിലേക്കാരെയാണ് നിർബന്ധപൂർവം മതപരിവർത്തനം നടത്തിക്കാറുള്ളത്. ലോകത്തൊരു രാജ്യത്തും മുസ്ലിംകൾ അങ്ങനെ ചെയ്തിട്ടില്ല. സമീപകാലത്ത് ഉയർന്നു വന്ന തീവ്രവാദത്തിന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ആളുകൾ, ഇസ്ലാമിനെ വികലമാക്കാൻ വേണ്ടി വന്നവർ
നാം മനസ്സിലാക്കുന്നത് ഇസ്ലാമിനെ മുഖം കെടുത്തുന്നതിനു വേണ്ടി, വികലമാക്കുന്നതിനു വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെ പടച്ചുവിട്ട ആശയങ്ങളാണതെല്ലാം. ബ്രിട്ടീഷ് ചാരനായ ഹംഫറിന്റെ ഡയറിക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്ന ലോകത്ത് മുഴുവനും അതിശക്തമായി ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മതത്തെ യാതൊരു നിലക്കും നേർക്കുനേരെ തകർക്കാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ മതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയാണ് സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പണവും മറ്റു പ്രലോഭനങ്ങളും നൽകി പുതിയൊരാശയവുമായി കൊണ്ടുവന്നതിന് പിന്നിൽ ബ്രിട്ടീഷുകാരനായ ഹംഫർ എന്ന് പറയുന്ന ചാരൻ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ദ കൺഫെഷൻ ഓഫ് എ ബ്രിട്ടീഷ് സ്പൈ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ നിന്ന് ഉടലെടുത്ത പിൽക്കാലത്ത് പല വിധത്തിലുള്ള സംഘടനകൾ ലോകത്ത് വരികയും ഇന്നത് ബോക്കോ ഹറാമായും ഉദ്ധവയായും സിദ്ധവയായും പല രൂപത്തിലും പല നാട്ടിലും അറിയപ്പെട്ടു വരുന്ന തീവ്രവാദ ആശയങ്ങൾ അത് ഇസ്ലാമിൻ്റെതല്ല എന്ന് ചരിത്രപരമായി അന്വേഷണം നടത്തുന്ന ഏതൊരാൾക്കും കണ്ടെത്താൻ സാധിക്കും. ശ്രീലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിക്രൂരമായ പീഡനങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞത് സിറിയയിലെ അവസ്ഥകളായിരുന്നുവെങ്കിൽ മുഅ്മിനീങ്ങളുടെ മോചനത്തിന് വേണ്ടിയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അവർ രക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം ലോകത്തോട് നമുക്ക് പറയാനുള്ളത്, ഇതുകൊണ്ട് ഇസ്ലാം അവസാനിക്കുകയില്ല. എവിടെയെല്ലാം അടിച്ചമർത്തലുകൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇസ്ലാം കൂടുതൽ ശക്തിയായി വളർന്നതാണ്. കേരളത്തിൽ ഇസ്ലാം പരിവർത്തനം രേഖ ചെയ്യപ്പെടുന്ന കോഴിക്കോട്ടെ തെർബിയത്തിലും പൊന്നാനിയിലെ മഴൂനത്തിലെയും അവിടുത്തെ രജിസ്റ്റർ പരിശോധിച്ചാൽ നമുക്കറിയാം, ബാബരി മസ്ജിദ് തകർന്ന വർഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഗുജറാത്ത് കലാപം നടന്ന വർഷത്തിലാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ലോകത്ത് ഏത് രാജ്യത്തായാലും എവിടെയാണോ കൂടുതൽ പീഡനങ്ങൾ ഉണ്ടാകുന്നത്, എവിടെയാണ് അടിച്ചമർത്തലുകൾ ഉണ്ടാകുന്നത്, ആ മനുഷ്യത്വരഹിതമായ ഹീനമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഏതു മതത്തിലും ചിന്തിക്കുന്ന നല്ല മനസ്സുള്ള ആളുകളാണ് ധാരാളമുള്ളത്. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ഇങ്ങനെ അമർത്തുന്നത്, മുസ്ലിംകളെ എന്തുകൊണ്ടാണ് അടിച്ചമർത്തുന്നത് എന്ന് ചിന്തിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതന്മാരും മറ്റു മതക്കാരും മതമില്ലാത്തവരും എന്താണ് ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോയിലെ തകരാറുകൾ എന്ന് കൂലങ്കഷമായി അന്വേഷിക്കുകയും അവരതിശക്തമായി പഠിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് അവർ കൂടുതൽ അടുത്തറിയുകയും അവർ ഇസ്ലാമിലേക്ക് വീണ്ടും കടന്നു വരികയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുസ്ലിംകൾക്കൊരിക്കലും ലോകത്ത് നിരാശയില്ല. ഒരിക്കലും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, എവിടെ നോക്കിയാലും പ്രശ്നമാണ് എന്നുള്ളൊരു ചിന്ത മുസ്ലിമിന്റെ മനസ്സിൽ ഇല്ലേ ഇല്ല. പീഡനങ്ങൾ വന്നാലും അക്രമങ്ങൾ വന്നാലും എതിർപ്പുകൾ വന്നാലും കടകളും കമ്പോളങ്ങളും മസ്ജിദുകളും ചുട്ടരിക്കപ്പെട്ടാലും കൊള്ളിവെപ്പുകൾ നടത്തപ്പെട്ടാലും കൊള്ളയടിക്കപ്പെട്ടാലും അതെല്ലാം മുഅ്മിനിന് ആഖിറത്തിലേക്കുള്ള ഡെപ്പോസിറ്റാണ്, ആഖിറത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നീ ഇവിടെ ഉണ്ടാക്കി വെച്ച മാളികകളും മോളുകളും സൂക്കുകളും നിന്റെ പ്രോപ്പർട്ടികളും എല്ലാം ഇവിടെ ഇട്ടേച്ചാണ് പോകേണ്ടതെങ്കിൽ അതെല്ലാം ആരെങ്കിലും തീ കൊടുത്താൽ നിനക്കത് ആഖിറത്തിലേക്ക് കൊണ്ടുപോകാം. അത് നീ വഖഫ് ചെയ്താലും നിനക്ക് ആഖിറത്തിലേക്ക് കൊണ്ടുപോകാം. മരിച്ച മനുഷ്യന് കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനെ സമർപ്പിക്കുമ്പോഴാണ്. അത് ദാനത്തിലൂടെയും സദഖയിലൂടെയും സക്കാത്തിലൂടെയും വഖഫിലൂടെയും സമർപ്പിക്കാമെങ്കിൽ നേർക്കുനേരെ അല്ലാഹു തആല അവൻ ഓശാരമായി നൽകുന്ന സംഭാവനകളാണ് ശത്രുക്കൾ വന്ന് തീവെക്കുന്നതും നശിപ്പിക്കുന്നതും. അത് മുസ്ലിമിന്റെ വീര്യം വർദ്ധിപ്പിക്കുകയുള്ളൂ, അത് ഏറ്റുകയേ ഉള്ളൂ. ഒരിക്കലും മുഅ്മിനിന്റെ വീര്യം കെടുത്തിക്കളയുന്നില്ല. യമനിലെ തെരീമിൽ സയ്യിദ് ഐദറൂസി എന്ന് പറയുന്ന 80 വയസ്സ് കഴിഞ്ഞ പണ്ഡിതന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് മന്ത്രിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് സ്വീകരണ മുറിയിലിരുന്ന് ഞാൻ 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് അതിഥിയെ സ്വീകരിച്ചിരുത്തിയ മനുഷ്യൻ നിസ്കാരത്തിൽ റുക്കൂഇലേക്ക് പോയപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് വെടിവെച്ച് ആ പണ്ഡിതനെ കൊല ചെയ്തപ്പോൾ യമനിലെ സുന്നി പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ തരത്തിലുള്ള അക്രമങ്ങൾ ഞങ്ങളുടെ വീര്യം കെടുത്തുകയല്ല, ഞങ്ങളുടെ ഈമാന് ശക്തി കൂട്ടുക മാത്രമാണ് എന്നാണ്.
നമുക്ക് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് ലോകത്ത് നൽകാനുള്ളത്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെയും ദീനീ പഠനത്തിന്റെയും തലത്തിൽ ജീവിക്കുന്ന മുതഅല്ലിമുകൾ സ്കൂളിലെ പരീക്ഷ എഴുതുമ്പോൾ കൂടുതൽ മാർക്കുകൾ വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? കേവലം സ്കൂൾ പഠനം മാത്രം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പഠിക്കുന്നവർ, ആഴ്ചയിൽ ഒരു ദിവസവും ഒഴിവില്ലാതെ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ ഏറെ ഒട്ടേറെ സമയം ദീനും ഖുർആനും ഫിഖ്ഹും പഠിച്ചുകൊണ്ട് 2-3 മണിക്കൂർ സമയം മാത്രം ദിനേന സയൻസും മാത്തമാറ്റിക്സും ഇംഗ്ലീഷും പഠിക്കുന്ന മുതഅല്ലിമുകളായ കുട്ടികൾ റെഗുലർ വിദ്യാർത്ഥികളെക്കാൾ ഏറെ മാർക്ക് വാങ്ങി മുന്നിലെത്തുന്നത് മതപഠനം കൊണ്ടും മതവിശ്വാസം കൊണ്ടും ലഭിക്കുന്ന മനസ്സമാധാനവും അതിലൂടെ ലഭിക്കുന്ന ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും സ്പിരിച്വൽ പവർ, ആത്മീയമായ ശക്തിയും കൊണ്ടാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എവിടെയും ആശങ്കയില്ല. പരീക്ഷകൾ വരുമ്പോൾ പരീക്ഷണത്തിലൂടെ വളർന്നവർക്ക് ആശങ്കയില്ല. പരീക്ഷകളെ നേരിടാനുള്ള മനസ്സുണ്ട്. പരീക്ഷകൾ വരുമ്പോൾ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? മനസ്സിനും ശരീരത്തിനും ശാന്തി ലഭിക്കണം. മാംസ്യ മത്സ്യ ആഹാരങ്ങൾ ഒഴിവാക്കണം. അമിതമായ ഭോജനം ഒഴിവാക്കണം. അമിതമായ ഉറക്കം പാടില്ല. എന്നാൽ കൂടുതൽ ഉറക്കൊഴിച്ച് പഠിക്കരുത്. പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ നന്നായി ഉറങ്ങണം. അപ്പോഴാണ് പരീക്ഷാ ഹാളിൽ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഇന്നും ഇന്നലെയും വാരി വിഴുങ്ങി വായിച്ചു തീർത്തതുകൊണ്ട് നാളെ പരീക്ഷാ ഹാളിൽ ഓർമ്മ വരില്ല. നന്നായി 2 ദിവസം ഉറങ്ങിയാൽ 1 വർഷം മുമ്പ് പഠിച്ച കാര്യങ്ങൾ അങ്ങനെ ഓർമ്മ വരും. മെഡിറ്റേഷൻ ചെയ്താൽ ഓർമ്മകൾ പഴയതു വരും. അത് നിസ്കാരമാണ്. സാധാരണ കാലങ്ങളിൽ ദുഹാ നിസ്കരിക്കാത്ത കുട്ടികൾ പരീക്ഷ വരുമ്പോൾ ദുഹാ കൂടി നിസ്കരിക്കണം. ഹദ്ദാദ് റാത്തി ബോധനം, അങ്ങനെയുള്ള ആത്മീയതയിൽ അധിഷ്ഠിതമായ മനസ്സിനെ ക്രമപ്പെടുത്തിയെടുക്കുമ്പോൾ പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. അപ്പോൾ നല്ല പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരികയും പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. സ്കൂളിലെ പഠനത്തിന് വേണ്ടി മാത്രം എല്ലാം നിർത്തിവെച്ച് ജമാഅത്ത് വേണ്ട, സുന്നത്ത് നിസ്കാരവും വേണ്ട, ഹദ്ദാദ് റാത്തിബും വേണ്ട, യാസീനോത്തും വേണ്ട, എല്ലാം ഫ്രീ ആക്കി കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ മാറ്റി നിർത്തിയ ചില സ്കൂളുകളിൽ മർക്കസ് സ്കൂളും തമ്മിൽ കമ്പയർ ചെയ്തപ്പോ അങ്ങനെ എല്ലാം മാറ്റി നിർത്തിയ സ്ഥലങ്ങളെക്കാൾ ഏറെ വിജയം നേടാൻ മർക്കസിന്റെ കുട്ടികൾക്ക് സാധിച്ചത് ഈ സ്പിരിച്വാലിറ്റി കൊണ്ടാണ്. നമ്മെ ഏതു പരീക്ഷണങ്ങളിലും പരീക്ഷകളിലും ഏത് ഘട്ടങ്ങളിലും വിജയിപ്പിക്കുന്നതും നമുക്ക് സമാധാനം തരുന്നതുമെല്ലാം ഈ ഒരു വിശ്വാസമാണ്. ഇവിടെ നാം ആ ഒരു വിശ്വാസത്തിലൂടെ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് നന്നായി പഠിച്ച് വിശ്രമിച്ച് വിജയിക്കുക. അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. SSLC പരീക്ഷ സ്കൂളുകളിൽ തുടങ്ങിക്കഴിഞ്ഞു. CBSEയിൽ തുടങ്ങാൻ പോവുകയാണ്. ഹയർ സെക്കൻഡറിയുടെ പരീക്ഷയും തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷകൾ കഴിഞ്ഞാൽ പിന്നെ പഠനകാലമാണ്. അവധിക്കാലം എന്നത് നമ്മുടെ അജണ്ടയിൽ ഇല്ല. എഡ്യൂക്കേഷൻ ആൻഡ് വെക്കേഷൻ, അങ്ങനെ ഒരു വെക്കൽ നമുക്കില്ല. എപ്പോഴും എടുക്കൽ തന്നെയാണ്. ഈ എഡ്യൂക്കേഷനിലൂടെ മാത്രമേ നമുക്ക് ഉയരാൻ പറ്റുകയുള്ളൂ. എഡ്യൂക്കേഷനിൽ നമുക്ക് വെക്കേഷൻ കാലം എന്നവർ വിളിക്കുന്നതിനെ പഠനകാലമായി നാം ഉപയോഗപ്പെടുത്തുകയാണ്. അതിന് മർക്കസ് ഇഹ്റാമിന്റെ കീഴിൽ വിവിധ പദ്ധതികളുണ്ട്. ഭാഷാ പരിശീലന സമഗ്ര പദ്ധതികളുണ്ട്. ത്വരിതഗതിയിലുള്ള മറ്റു പഠനങ്ങൾക്ക് സോഫ്റ്റ് സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന പഠനങ്ങളുണ്ട്. മറ്റു പല പരിശീലനങ്ങളും ഉണ്ട്. അവധിക്കാലം നമുക്ക് സേവനത്തിൻ്റെയും കർമ്മ മണ്ഡലത്തിൽ പരിശീലിക്കുന്നതിൻ്റെയും എല്ലാം കാലമായി നാം ഉപയോഗപ്പെടുത്തണം. മർക്കസിൻ്റെയും ഈ പ്രസ്ഥാനത്തിൻ്റെയും കീഴിൽ വരുന്ന വിവിധ പദ്ധതികളും സമ്മേളനങ്ങളും എല്ലാം നമുക്ക് ആ കാലഘട്ടങ്ങളിലുണ്ട്. ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്ന ദിനങ്ങളിൽ നമുക്ക് അതിനെ അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്ദുൽ നാസിർ മഅദനി എന്ന് പറയുന്ന ദീർഘകാലമായി ജയിലിൽ കഴിയുന്ന, പീഡനങ്ങളേറെ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന അദ്ദേഹം ഇപ്പോൾ വളരെ ക്രൂഷ്യലായ ആരോഗ്യ പ്രശ്നങ്ങളുമായി മല്ലിടുകയാണ്. വലിയ ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാവട്ടെ.
മോചനം നൽകുമാറാവട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. രോഗികൾക്ക് ശിഫ നൽകട്ടെ. കടം വീട്ടി തരുമാറാവട്ടെ. പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ. എല്ലാ വിഷയങ്ങളിലും അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. اللهم بحق ذاتك وصفاتك وأسمائك وبحق جميع الأنبياء والأولياء والصالحين وبرحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب